സുജിത് ചന്ദ്രനാണ് ഇന്നിപ്പോൾ പ്രസ് സ്റ്റോപ്പിൽ. സുജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തെല്ലാമാണ് പത്രവാർത്തകൾ? സ്വാഭാവികമായിട്ടും ഹർഷൻ, ഇന്നലത്തെ ജന്തർ മന്ദർ സമരത്തിലെ ഐതിഹാസിക വിജയത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് മിക്ക എല്ലാ പത്രങ്ങളും പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. സമൂഹം എന്ന നിലയിൽ കേരളത്തിനും അതേപോലെ മാധ്യമ സമൂഹം എന്ന നിലയിൽ മലയാളികളായ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ചും അഭിമാനിക്കാവുന്ന ദിവസം തന്നെയാണിന്ന്. കാരണം പരിപൂർണമായ വിധേയത്വത്തിൽ ഇന്ത്യൻ മീഡിയ ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച് തിരസ്കരിച്ചപ്പോൾ ഈ സമരത്തെ ഏറ്റവും ഗംഭീരമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമ സമൂഹങ്ങളിൽ ഒന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ വലിയ വിജയം, വിദ്യാർത്ഥികളുടെ ഈ വലിയ വിജയം മാധ്യമങ്ങൾ ആഘോഷിക്കുക തന്നെയാണ്. മാതൃഭൂമിയുടെ മുൻപേജൊക്കെ ഇന്നത്തെ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. ജയിച്ച് നമ്മൾ, ജനത ഒന്നാകെ ജനത ചേർന്ന് ഇന്ത്യയുടെ ഒരു രേഖാചിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നു. പാറ്റകൾ ഇഴയുന്നുണ്ട് പേജിൽ നിറയെ. ജനാധിപത്യ ഇന്ത്യക്കൊരു സാമൂഹിക പാഠം. എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടുന്നു. ഒരു സമരം ഏറ്റവും അന്തസ്സോടെ അവസാനിക്കുന്നു. ഇതുവരെ എഴുതിയ ഏത് പരീക്ഷയെക്കാളും വലിയൊരു പരീക്ഷയിൽ ഇന്ത്യൻ യുവത വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു മാതൃഭൂമി. പുതുതലമുറയാണ് ഇതിൻ്റെ നിറവും കൊടിയും. നമ്മുടെ ജനാധിപത്യം കൂടുതൽ തെളിച്ചമുള്ളതാകുന്നു എന്ന് മാതൃഭൂമി പറയുന്നു. മാതൃഭൂമിയുടെ ആവേശം അവിടെ തീരുന്നില്ല. ഉൾപേജിലേക്ക് വന്നാൽ മുട്ടുമടക്കി കേന്ദ്രം. ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു ബ്ലാങ്ക് പ്ലക്കാർഡുമായി നിൽക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രവുമുണ്ട്. ഈ സമരത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് ഇവിടെ എഴുതി പോസ്റ്റ് ചെയ്യൂ. അതായത് MBI നമ്മൾ എന്ന മാതൃഭൂമിയുടെ ഹാഷ്ടാഗിൽ പോസ്റ്റ് ചെയ്യൂ എന്നൊരു സാമൂഹിക മാധ്യമ ക്യാമ്പയിൻ കൂടി പത്രത്തിൻ്റെ താളിലേക്ക് അവർ ചേർത്ത് വയ്ക്കുന്നുണ്ട്. CJPയുടെ 3 ആവശ്യങ്ങൾ അംഗീകരിച്ചു. അങ്ങനെ വിശദാംശങ്ങൾ, സമരം അവസാനിച്ചു, പിന്നെ പരീക്ഷാ നവീകരണത്തിലുള്ള ആവശ്യങ്ങൾ എന്ന് തുടങ്ങി വളരെ വിശദമായിട്ടാണ് മാതൃഭൂമി ഈ വാർത്തയെ ആഘോഷിച്ചിരിക്കുന്നത്. മുഖപ്രസംഗമുണ്ട്. വിജയത്തോമയിൽ ജന്തർ മന്ദർ എന്നാണ്. അവധൂത മനസ്സുമായി ജന്തർ മന്ദറിലെ സമരാങ്കണത്തിലണഞ്ഞ ചുണക്കുട്ടികൾ വിജയിച്ചിരിക്കുന്നു. അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ കാലുഷ്യരഹിതമായിരുന്നു. നെഞ്ചിൻ്റെ അളവല്ല, ഹൃദയത്തിൻ്റെ വികാസമായിരുന്നു അവരുടെ ശക്തി. അങ്ങനെ നീളുന്ന മുഖപ്രസംഗം. CJPയും ജന്തർ മന്ദർ പ്രസ്ഥാനവും പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ ഇച്ഛകളെ സ്വാംശീകരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടുന്ന വ്യവസ്ഥാപിത പ്രതിപക്ഷത്തിന് സാധിക്കുമെങ്കിൽ അതാകും ഇന്ത്യയുടെ താൽപ്പര്യത്തിനും ഭാവിക്കും നല്ലത്. സമരം, മതേതരം, നീറ്റായി തോറ്റ് കേന്ദ്രം എന്നിങ്ങനെ നീളുന്നു ആ വലിയ വാർത്ത. മറ്റു വാർത്തകൾ ഇന്ന് എടുക്കാൻ സമയമില്ലെങ്കിൽ പോലും പിണറായിയെ ചോദ്യം ചെയ്യാൻ ED എന്നൊരു വാർത്ത മുൻപേജിൽ മാതൃഭൂമി കൊടുക്കുന്നുണ്ട്. CMR ലെക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ED നീക്കം എന്നാണ് ഈ വാർത്ത. അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2-2.5 വർഷമായി. ഏതായാലും ഇപ്പോൾ വീണ്ടും ആ വാർത്ത ഒന്നുകൂടി മാതൃഭൂമി മുൻപേജിൽ ആവർത്തിക്കുകയാണ്. ഇനി മനോരമയിലേക്ക് വന്നാൽ ജൻ സിന്ദാബാദ് എന്ന് 2 പേജിൽ, ഒരു പേജിൽ തീരാ. ഇപ്പോൾ നമ്മുടെ ഈ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമേ കാണുന്നുള്ളൂ. നോക്കൂ, ജൻ സിന്ദാബാദ് എന്നാണ്. അങ്ങനെ വീശി 2 ഫുൾ പേജിൽ വീശിയിട്ടിരിക്കുകയാണ് ആ വാർത്ത. സ്കാനറിൽ ഒരുപക്ഷെ വരാത്തത് കൊണ്ടാണ് ആ ഭാഗം അങ്ങനെ. കേന്ദ്രം മുട്ടുമടക്കി, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ജൻ ടി മന്ദർ എന്നതിനൊപ്പം പറയുന്നുണ്ട്. ശക്തി ചോരാതെ 49 ദിവസം രാജിവെച്ചേ തീരൂ എന്ന നിശ്ചയദാർഢ്യം. കോക്രോച്ച് ജനതാ പാർട്ടി തുടക്കമിട്ട് രാജ്യത്താകെ ആളിക്കത്തിയ യുവ മുന്നേറ്റത്തിൻ്റെ വിജയം എന്ന് തുടങ്ങി വിശദമായി ആ വാർത്ത പോകുന്നു. അംബേദ്കർ ചിത്രവുമായി നിൽക്കുന്ന ഈ സമര നേതാവ് അഭിജിത് ദീപ്കയെ കാണാം. ധർമ്മേന്ദ്ര പ്രസാദിൻ്റെ തുടർച്ചയായി പേരുകൾ തെറ്റിക്കുന്നു. ധർമ്മേന്ദ്ര പ്രസാദിൻ്റെ രാജിക്ക് ശേഷം ജന്തർ മന്ദറിലെ സമരപന്തലിലേക്ക് വന്ന് ഈ ചിത്രം ഉയർത്തിക്കാട്ടുന്ന അഭിജിത് ദീപ്കയുടെ ഈ ചിത്രം സമരത്തിൻ്റെ വിജയ ചിത്രമായി വരും ദിവസങ്ങളിലൊക്കെ ആഘോഷിക്കപ്പെടും. അത് ഇന്ത്യൻ യുവതയുടെ വിജയ പ്രതീകമായും ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു എന്ന കാര്യവും നമുക്കറിയാം. ഉൾപേജിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ മനോരമയുടെയും മുഖപ്രസംഗം ഇതുതന്നെയാണ്. സർക്കാരിനെ തിരുത്തി യുവജനാധിപത്യം. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വിദ്യാർത്ഥികൾ പഠിപ്പിച്ച പുതിയ പാഠമെന്നാണ് പറയുന്നത്. ഉള്ളിൽ പറയുന്നത് ന്യൂ ജനാധിപത്യം എന്നാണ്. ജൻസി ചെറുപ്പക്കാരുടെ നിരവധി ചിത്രങ്ങൾ സമരമുഖത്ത് നിന്ന് എടുത്തവ തന്നെ ചേർത്ത് വച്ചിരിക്കുന്നു. അതിന് ഒപ്പം യുവജനഗണമനഹേ എന്നാണ് പറയുന്നത്. ഒപ്പം ഏറ്റവും അവസാന പേജിലെ മറ്റൊരു വാർത്ത കൂടി വെറുതെ ഒന്നെടുത്ത് പോകാം. പൊതുനിരത്തിൽ മീൻവെള്ളം തള്ളിയാൽ ലൈസൻസ് ഔട്ട്. റോഡിലൂടെ പോകുന്ന ബൈക്കിലോ നടന്നു പോകുമ്പോഴോ മീൻവണ്ടിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന വെള്ളം ഇങ്ങനെ പുറകേക്ക് വീഴുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മളൊക്കെ പലവട്ടം അതിൻ്റെ ഇരകളായിട്ടുമുണ്ട്. അങ്ങനെ ഇനി പോയാൽ ഈ
ഡ്രൈവറുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നു എന്നാണ് ആ വാർത്ത, പുതിയതായിട്ട് വന്ന വാർത്ത. ഇങ്ങനെയൊക്കെ കൂടിയാണ് നമ്മുടെ ജനാധിപത്യം പക്വമാകുന്നത്. ദേശാഭിമാനിയുടെ മുൻപേജ് ഇതാ ഇന്ത്യ എന്നാണ്. യുവരോഷത്തിൽ മോദി മുട്ടുകുത്തി, പ്രധാൻ പുറത്ത് എന്ന് ദേശാഭിമാനി ആഘോഷിക്കുകയാണ് മുൻപേജിൽ. സമരത്തീ പകർന്നത് ഇടതുപക്ഷമാണ്. ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇടതുപക്ഷ പാർട്ടികളായ SFIയും AISFും ഐസയും ഒക്കെ സമരത്തിൻ്റെ മുൻ പന്തിയിലുണ്ടായിരുന്നു. താമസിച്ച് വന്നവരല്ല ഞങ്ങൾ എന്ന ക്ലെയിം കൂടി ദേശാഭിമാനി വാർത്ത ഇതിനോടൊപ്പം എടുക്കുന്നുണ്ട്. 2-3 പേജുകൾ ചേർത്തിട്ടാണ് നമ്മൾ പോരാടി, നമ്മൾ ജയിച്ചു, വരുന്നു പ്രക്ഷോഭ നാളുകൾ, ഹുങ്കിനേറ്റ തിരിച്ചടി, തച്ചുടക്കലിൽ തളരാതെ, ഇതൊരു സൂചന മാത്രം, വിനീത വിധേയൻ പടിയിറങ്ങി എന്ന് തുടങ്ങി നിരവധി തലക്കെട്ടുകളിലായി ഈ വാർത്തയെ വിരിച്ചിട്ടിരിക്കുന്നു ദേശാഭിമാനി. ദേശാഭിമാനിയുടെ സൺഡേ കൂടി നോക്കുകയാണെങ്കിൽ വിജയ് മന്ദർ വളരെ പെട്ടെന്നൊരു സൺഡേ സപ്ലിമെൻ്റ്. ഇന്നലെ വൈകുന്നേരം സമരം വിജയിക്കുന്നു. സംഘടിതമായ പോരാട്ടങ്ങൾക്ക് ഇളക്കാനാകാത്ത അധികാരക്കോട്ടകളിൽ എന്ന ചരിത്രം ഒരിക്കൽ കൂടി അടയാളപ്പെടുകയാണെന്ന് പറഞ്ഞ് ഇന്നത്തെ സൺഡേ അതാക്കി ഈ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു. ഹിന്ദുവിലേക്ക് വന്നാൽ ഇന്ത്യൻസ് യങ് ആൻഡ് ദ ബ്രേക്കിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ് ഇന്നത്തെ മാഗസിൻ ഹിന്ദുവിൻ്റെ സൺഡേ പുൾ ഔട്ടിൻ്റെ പ്രധാന വാർത്ത മുൻപേജിൽ അതുതന്നെയാണ്. പ്രൊട്ടക്റ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ ക്വിറ്റ്സ്, CJP കോൾസ് ഫോർ സ്റ്റിർ എന്ന ഹിന്ദു പത്രവും മുൻപേജ് വാർത്ത നൽകുന്നു. കേരള കൗമുദി ഈ ദിവസങ്ങളിലൊക്കെ അല്പം വിരുദ്ധതയോടെ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് മാറി നിന്ന് ഈ വാർത്തയെ സമീപിച്ചവരാണ് സർക്കാർ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ജൻസി തിര എന്ന് പറഞ്ഞ് ഇന്നും അവർ സമരപക്ഷം ചേരുകയാണ്. ജന്മഭൂമി എടുത്തു പോകണമല്ലോ എന്തായാലും. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. കോക്രോച്ച് സമരം അവസാനിച്ചു എന്നാണ് ജന്മഭൂമി പറയുന്നത്. ഇത്ര ദിവസവും ജന്മഭൂമി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കലാപകാരികളെന്നും ആ മട്ടിലൊക്കെയായിരുന്നു, രാജ്യവിരുദ്ധർ എന്നൊക്കെയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് അവർക്കും മുൻപേജിൽ വിദ്യാർത്ഥികളെന്ന് ആ പ്രക്ഷോഭകരെ വിളിക്കേണ്ടി വന്ന ദിവസമാണിന്ന്. ജനയുഗത്തിൽ സ്വേച്ഛാഭരണത്തെ കീഴടക്കി ജനാധിപത്യ ജയം എന്നാണ് ജനയുഗത്തിൻ്റെ വാർത്ത. വീക്ഷണം പ്രധാനമന്ത്രി പുറത്ത്. ഒരർത്ഥത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഇമേജ് കൂടിയാണ് പുറത്താകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രിയുടെ പേര് പ്രധാൻ എന്നായതുകൊണ്ട് ആ തലക്കെട്ടിൽ അങ്ങനെ ഒരു സാധ്യത കണ്ടെത്തിയിരിക്കുന്നു. വീക്ഷണം വിജയിക്കുന്നു ഇന്ത്യയുടെ ഭാവി. ഒപ്പം കാം നഹി കർത്ത എന്ന് മലയാളത്തിൽ എഴുതിയ ഒരു ഹിന്ദി തലക്കെട്ടിലൂടെ പിണറായിയെ കുരുക്കിലാക്കി ശശിധരൻ കർത്തായുടെ കുറ്റസമ്മതം എന്ന് പറഞ്ഞ് ഒരു വാർത്ത അതോടൊപ്പമുണ്ട്. പാറ്റ ഹിറ്റ്, പ്രധാൻ ഫ്ലാറ്റ് എന്നാണ് മംഗളത്തിൽ പറയുന്നത്. അതായത് ഹിറ്റ് ഈ പാറ്റയ്ക്കടിക്കുന്ന വിഷമാണല്ലോ, പാറ്റകൾ ഹിറ്റടിക്കുന്നു എന്നുള്ള രൂപത്തിൽ വരുന്നു. പാറ്റ കരണ്ട നീറ്റലിൽ സർക്കാർ എന്ന് മറ്റൊരു വാർത്ത ഉൾപേജിലുണ്ട്. ജൻസി പേടിയിൽ മോദിയും എന്ന് ജിനേഷ് പൂനത്ത് എഴുതിയ മറ്റൊരു വാർത്ത അതോടൊപ്പം. സൺഡേ ടൈംസിലേക്ക് വന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്തയെ തികച്ചും സംസ്കരിച്ചവരാണ്. ജൻസി ഫോഴ്സസ് DP ചേഞ്ച് എന്ന ക്രിയേറ്റീവ് തലക്കെട്ട് നൽകിയിട്ടുണ്ട്. DP ഡിസ്പ്ലേ പിക്ചറാണല്ലോ, സാമൂഹിക മാധ്യമത്തോടൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നു ആ വാർത്തയുടെ തലക്കെട്ടിനെ. ഡിസ്പ്ലേ പിക്ചർ ഈ ഇത്രയും ദിവസം ഈ വാർത്തയെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മുൻപേജുകളിലേക്ക് കൊണ്ടുവരാതിരുന്ന ടൈംസ് ഓഫ് ഇന്ത്യ പോലും അത് ചെയ്യുന്നു. മന്ത്രി പ്രധാൻ ഔട്ട് ഇൻ ജൻസി ഡെബ്യൂ എന്നാണ് സൺഡേ എക്സ്പ്രസ് വാർത്തയെ ആഘോഷിക്കുന്നത്. ചന്ദ്രികയിൽ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചു, പുറത്തേക്കിട്ടു എന്നാണ്. പുറത്തേക്കിട്ടു എന്നുള്ളതിൻ്റെ അവസാനത്തെ കിട്ടുവിൽ ഒരു കിടു കണ്ടെത്തുന്നു ചന്ദ്രിക. ദീപികയിലേക്ക് വരികയാണെങ്കിൽ ദീപിക കൊടുത്തിരിക്കുന്ന പത്തി മടക്കി എന്ന ഒറ്റവാക്ക് ഹെഡ്ലൈനാണ്. മലയാള പത്രങ്ങളൊക്കെ തന്നെ ഇന്ന് വളരെ ക്രിയേറ്റീവായിട്ടുള്ള തലക്കെട്ടുകളാണ് നൽകിയിരിക്കുന്നത്. സുപ്രഭാതം വിറപ്പിച്ചു തെറിപ്പിച്ചു, അതിലൂടെ പാറ്റ ഇഴയുന്നുണ്ട് ആ ഫോണ്ടിലൂടെ. അങ്ങനെയാണ് സുപ്രഭാതത്തിൻ്റെ തലക്കെട്ട്. മാധ്യമം കീഴടങ്ങി, കേന്ദ്രം പാറ്റയേറ്റു എന്ന രസകരമായ തലക്കെട്ടാണ്, അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് തലക്കെട്ടാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. മാധ്യമം എന്ന അവരുടെ ബാനർ ഹെഡിന് മീതെ ഒരു ത്രിവർണ്ണ പതാക പറക്കുന്നുമുണ്ട് ഇന്നത്തെ ദിവസം. ഹർഷൻ. റൈറ്റ്, സുജിത്താണ് ഇന്ന് പത്രവാർത്തകളുമായി എത്തിയത്. ഏതാണ്ട്